അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളെ ആ പ്രഭാഷണങ്ങളെ നിങ്ങൾ അതിൻ്റെ ക്ലിപ്പെടുത്ത് നിങ്ങൾ ദയവായി വിലയിരുത്തരുത്. നിങ്ങളതിന് യഥാർത്ഥം കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സമൂഹം സൃഷ്ടിക്ക്, ആരോഗ്യകരമായ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി മാത്രം നടത്തുന്ന ക്ലാസ്സുകളാണ് ഇതെല്ലാം. അല്ലാതെ ഒരു വിരോധത്തിൻ്റെയോ മറ്റോ പേരിൽ പറയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ സാദാത്തുക്കളെക്കുറിച്ച് ഞാൻ വേദനയോടെ പറയാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ പറയൂല. സാദാത്തുക്കളെ അകത്തളങ്ങളെക്കുറിച്ച് പറയൽ അത്യാവശ്യമായതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അതൊരു വിമർശനമായി നിങ്ങൾ കണക്കാക്കരുത്. അതൊരു സ്നേഹമാണ്, അത് തിരുത്തിക്കലാണ്. നേരിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. ഒരാൾ മാത്രം പറഞ്ഞാൽ പോരാ. ഇത് ഒരു കുടുംബത്തിൽ ചില പ്രഭാഷണങ്ങൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു പ്രഭാഷണത്തെ ചില ആളുകൾ ഒരു കുടുംബത്തിൻ്റെ മേൽ മാത്രം അതിൻ്റെ ദിശാസൂചിക തിരിച്ചു വെച്ചത് 100% തെറ്റാണ്. എന്തുകൊണ്ട്? തെറ്റുകൾ ഈ സാദാത്ത് കുടുംബങ്ങളിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇത്തരം രീതികൾ സാദാത്തുക്കളിൽ അത് ഇന്നാലിന്നവർ എന്നില്ല. ആ ഹജറകൾ എന്ന് പോലെ അതിന് വ്യത്യാസമല്ല. ഒരുതരം വിളയാട്ടം സാദാത്തി കുടുംബങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിനെന്താ കാരണം? അവരെ വിമർശിക്കാൻ ആരുമില്ല. അവരെന്ത് ചെയ്താലും ജനം സഹിക്കും എന്ന അവരുടെ ധാരണയാണ് സത്യത്തിൽ ഈ വിളയാട്ടം സാദാത്തി കുടുംബങ്ങളിൽ നടക്കാനുള്ള കാരണം. ചില ആളുകൾ എന്നോട് പറഞ്ഞു, ഇന്നാലിൻ്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ ഞങ്ങൾക്കറിയാം, അവരൊന്നും ജുമാക്ക് പോകുന്നവർ അല്ല, അവർ ജുമാക്ക് നിലവിൽ പോകുന്നവരല്ല എന്ന് എനിക്കറിയാലോ. എന്തുകൊണ്ട്? അവർ 10 മണി 11 മണിക്ക് കുളിച്ച് ജുമാക്ക് ഓടിയാൽ പിന്നെ അവരെ ഭർത്താക്കന്മാരെ സുന്നി കച്ചവടം എങ്ങനെ നടക്കുക? ആ ഭർത്താക്കന്മാരെയും കുടുംബത്തിൻ്റെ സുന്നി കച്ചവടം നടക്കുന്നത് ഇവർ ഈ പള്ളിയിൽ പോകാത്തതുകൊണ്ടല്ലേ. അവർ നിലവിൽ പള്ളിയിൽ പോകുന്നുണ്ട്. ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ ഇതൊന്നും മനസ്സിലാകാത്തത്? ഞാൻ പറഞ്ഞതിൻ്റെ ആധാരം എങ്ങനെയാണ്? സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞു. നിലവിൽ അവർ പള്ളിക്ക് 10 മണിക്ക് കുളിച്ച് പള്ളിയൊക്കെ ജുമാക്ക് പോകുന്നവരാണെങ്കിൽ അവരെ ഭർത്താക്കന്മാരെ സുന്നി കച്ചവടം നടക്കൂലല്ലോ. ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞാനീ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതായത് നിങ്ങൾക്ക് അറിയോ ഈ കേരളത്തിൻ്റെ മലബാറിലെ നിലവിലെ അവസ്ഥ? അതായത് ഉന്നതന്മാരായ PG ഡോക്ടറിൽ MBBSും അതിൻ്റെ PGയും കഴിഞ്ഞ ഡോക്ടർമാർ, എൻജിനീയർമാർ, സുന്നി തറവാട്ടിൽ ജനിച്ച ഇത്തരം മക്കൾ 28, 27, 29 വയസ്സായ യുവാക്കളെ എനിക്കറിയാം. പെണ്ണ് കെട്ടിയിട്ടില്ല. എന്താ ഒരു പെണ്ണ് കെട്ടി? നിങ്ങൾക്ക് വേണോ ആളെ? നിങ്ങൾക്ക് ആളെ കാണണോ? എനിക്കറിയുന്ന എത്ര ആളുണ്ട് നല്ല ഉന്നതന്മാരായ ഡോക്ടർമാർ, സുന്നി തറവാട്ടിൽ ജനിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ മക്കൾ, ബഹുമാനപ്പെട്ട സമസ്തയുടെ മക്കൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരളമേത്തുലമയെ അംഗീകരിക്കുന്ന അഹ്ലു സുന്നയുടെ തറവാട്ടിൽ ജനിച്ച മക്കൾ, ഉന്നതന്മാരായ ഡോക്ടർമാർ, 28, 29, 27, 28, 26, 27, 28, 29 വയസ്സായ യുവാക്കൾ, വലിയ എഞ്ചിനീയർമാർ, വലിയ ഡോക്ടർമാർ, വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർ, സിവിൽ എഞ്ചിനീയർമാർ. എനിക്കറിയാം ഒരു പെണ്ണ് കെട്ടിയിട്ടില്ല. എന്താ കാരണം? അവരുടെ സ്ഥാനത്തിനും വിദ്യാഭ്യാസത്തിനും കുടുംബത്തിനും കുലമഹിമക്കും യോജിച്ച സുന്നി പെൺകുട്ടികളെ കിട്ടിയില്ല. എന്നാൽ വഹാബി തറവാടിന് ഇഷ്ടം പോലെ കല്യാണം വരുന്നുണ്ട്. പറ്റൂല, വഹാബികളെ ഞങ്ങളെ തറവാട്ട് കയറ്റൂല എന്ന് 2025 ഈ 2020 വരി ആണുങ്ങളുണ്ടെങ്കിൽ വരി, തെളിവ് കാണിച്ചു തരാ. എന്നിട്ട് അവരുടെ കൂട്ടുകുടുംബാദികൾ ഇവരെ വിമർശിക്കുക. സുന്നി പെണ്ണുകളെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുകയാണല്ലോ. എവിടെ ഇതിനൊക്കെ പറ്റിയ സുന്നി പെണ്ണുങ്ങളുണ്ട്? പെണ്ണിട്ടണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് കിട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് വേണ്ട, എന്നാ പെണ്ണിട്ടണ്ട. നമ്മളെ തറവാട്ടിലേക്ക് സുന്നി തറവാട്ട് നല്ലാതെ പെണ്ണ് വേണ്ട എന്ന് ഷടിക്കുന്ന ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ഞാൻ അറിയുന്ന സമൂഹത്തിലെ ഉന്നതരായ കുടുംബത്തിൽ ജനിച്ച ആൺകുട്ടികൾ ഇന്നും ഈ മലബാറിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് തൊട്ട് കാണിച്ചു തരാം. അതേ സമയത്ത് വഹാബികളായ ബാപ്പമാരുടെ മക്കളെ ഈ സയ്യിദന്മാർ കെട്ടിയിട്ട് അവരുടെ തറവാട്ടുകളിൽ പാർപ്പിക്കുന്നു. ഒരു പ്രശ്നമല്ല എങ്കിൽ ഇതെന്ത് ദീനാണ്? അതെന്താണ് ദീന്? നമ്മൾ തെർക്കുൽ മുവാലാത്ത് എന്ന് പറഞ്ഞ് നടക്കുക, അതാണ് നമ്മൾ സമസ്തയുടെ നേതാക്കന്മാരായി നടക്കുക. അതേ സമയത്ത് ആ തെർക്കുൽ മുവാലാത്ത് നമ്മളിൽ പോലും ഇല്ലാതെയാവുക.
കെട്ടിച്ചു കൊടുത്തപ്പോൾ സുന്നിയായ യുവാവായിരുന്നു. പിന്നീട് ഒരു ആലിമ്, നമ്മുടെ ചരിത്രമാണ് ഞാനിപ്പോൾ എനിക്കറിയുന്ന ചരിത്രം, കെട്ടിച്ചു കൊടുത്ത സുന്നിയായ യുവാവിന് കെട്ടിച്ചു കൊടുത്തു. കുറെ കാലം കഴിഞ്ഞിട്ട് ഇവൻ സ്വാഭാവികമായും വഹാബിയായപ്പോൾ ഇവര് സന്തോഷിച്ച് കഴിഞ്ഞുകൂടുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഈ ആലിമ സമസ്തയുടെ മുഷാവറയിൽപ്പെട്ട മഹാനായ ആലിമ വിട്ടുപിരിച്ചു. അത് പറ്റൂല. ഒന്നിരിക്കച്ച് സുന്നിയാവുക, അല്ലെങ്കിൽ എൻ്റെ മകളെ തരണം. ഇല്ല, സുന്നിയാവൂല, എന്നാ എൻ്റെ മകളെ കൊണ്ടാവും. മകളെ തിരിച്ചു വാങ്ങി കരഞ്ഞ് 2 പെണ്ണും ആണും വേർപെട്ട ചരിത്രം മലബാറിലുണ്ട്. ഞാൻ അതൊന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പെൺകുട്ടിയുടെ പിതാവ് വഹാബിയാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുക. അപ്പൊ അതിൻ്റെതായ സംസ്കാരം ആ വീടുകളിൽ ഉണ്ടാവും. ഒരു സ്വാഭാവികമായ വഹാബി ബാന്ധവത്തിലൂടെ ഒരു അഴക്കുഴമ്പൻ നയത്തിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട്. അവിടെയായ പ്രശ്നമുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞല്ല, നിങ്ങളെ പെണ്ണുങ്ങൾ നേരെ 10 മണിക്ക് കുളിച്ച് ജുമാക്ക് പോകുന്നുണ്ട്, ഇപ്പോൾ പോകുന്നുണ്ട് എന്നല്ല ഈ മനുഷ്യ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണ് അങ്ങനെ വരാൻ കാരണം? ഒന്ന്, നിങ്ങളുടെ അഹങ്കാരം. എന്താണ് അഹങ്കാരം? നിങ്ങളെ സ്തുതിപാഠകന്മാരധികരിച്ചു. ഏതൊരാൾക്കും അള്ളാഹുവിനെ ഹബീബല്ലേ തെറ്റിയാത്തുള്ളൂ. സയ്യിദിനെന്താ തെറ്റിയതാല്? എന്തുകൊണ്ടാണ് സയ്യിദ് തെറ്റ് ചെയ്യുന്നത്? സയ്യിദ് എന്ത് ചെയ്താലും അതിനനുകൂലിക്കുന്ന, എതിര് പറയാത്ത, തിരുവായ്ക്ക് എതിരുവയില്ലാത്ത ഒരവസ്ഥ ഇവിടെ നിന്ന്. പണ്ട് അങ്ങനെയല്ലേ? പണ്ട് തെറ്റില്ലല്ലോ, പിന്നെ എന്തിനാ പറയുന്നത്? പണ്ടത്തെ ആലിമ്യങ്ങൾ സയ്യിദന്മാർ വിമർശിച്ചിട്ടില്ല. പണ്ടത്തെ സയ്യിദന്മാർ ഇന്നത്തെ ഈ അവസ്ഥയില്ല. ഇന്ന് നിങ്ങളെ തറവാടുകളിൽ വിളയാട്ടങ്ങൾ അധികരിച്ചു. നിങ്ങളെ കല്യാണങ്ങളിൽ, നിങ്ങളുടെ കൂട്ടങ്ങളിൽ, കല്യാണങ്ങളിൽ പെണ്ണുങ്ങളെ കൈകൊട്ടി കളികൾ, പെണ്ണുങ്ങളുടെ ചന്തി കുലുക്കി കളികൾ, ഇതിന്ന് സർവ്വസാധാരണയാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നാടാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഇതെന്താ കാരണം? നിങ്ങൾ എന്ത് ചെയ്താലും ആരും വിമർശിക്കൂല, നിങ്ങൾക്ക് വിളയാടാ. അതേ സമയത്ത് ഒരു സാധുവായ ഒരു മനുഷ്യന്റെ വീട്ടിൽ ഒരു കല്യാണം നടന്നാൽ അന്ന് മേലെന്ന് ഓർത്താക്കും. ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നടന്ന സംഭവം ഞാൻ പറയാം. ഒരു പെൺകുട്ടിക്ക് പെട്ടെന്നൊരു കല്യാണം വന്നു. വീടില്ല, വാടക വീട്ടിൽ 3 സെന്റ് ഭൂമിയില്ല. 3 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ പഞ്ചായത്തിൽ എഴുതി കൊടുത്താൽ പഞ്ചായത്തിൽ വീട് കിട്ടും. അതിന് ഇവർക്ക് എന്തും ഇല്ല, 3 സെന്റ് ഭൂമിയില്ല. അങ്ങനത്തെ ഒരു പെൺകുട്ടിക്ക് ഒരു കല്യാണം വന്നു. ആകെ ഞാൻ ഓരോന്നും പച്ചവെള്ളം പോലെ അറിയുന്ന സംഭവം പറയുന്നത്. എവിടുന്ന് വന്നു? നല്ലൊരു തറവാട്ടിൽ നിന്ന്, അത്യാവശ്യം ഞാമത്തുള്ളവർ, ഗൾഫിൽ ജോലിയുള്ളവർ, എല്ലാം ഉണ്ട്, ഞാമത്തും ഉണ്ട്. ഈ പെൺകുട്ടി എന്നല്ലെങ്കിൽ നാളെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളുണ്ട്. സന്തോഷിച്ച് സ്വന്തം വീട്ടിൽ, കുടുംബത്തിന് ബാപ്പാക്കൊരു വീടില്ല, ഉമ്മാക്കും ബാപ്പയും ഉമ്മയും കല്ലങ്ങൾ അനവധിയായി വാടക വീട്ട് പറക്കുക. അങ്ങനത്തെ കുട്ടിക്ക് കല്യാണം വന്നു. വേഗം നല്ല പുരിയാപ്പള, അന്വേഷിച്ചൊക്കെ ക്ലിയറാണ്. മഹലിൽ പോയി പറഞ്ഞു, 4 ദിവസം കൊണ്ട് നിൽക്കാൻ നടക്കണം, ഇവൻ തിരിച്ചു പോകണം. അപ്പോൾ മഹലിൽ പറഞ്ഞു അത് നടക്കൂല, ഇവിടെ 2 ആഴ്ച മുമ്പ് പറയണം. ഞാൻ മഹലിന്റെ പേര് പറയണില്ല, ജില്ല പറയണില്ല. വല്ലാഹിൽ അലീം നടന്ന സംഭവ ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 2-2.5 ഇത്രയേ ഉള്ളൂ. കരഞ്ഞ് കാല് പിടിച്ച് അവര് അവസാനം കുടുങ്ങി. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പെൺകുട്ടിക്ക് ആ നിക്കാഹ് അനുവദിച്ചു കൊടുത്തത്. എന്തേ? അവർക്ക് നിയമമുണ്ട്. എന്ത് 2 മാസം 2 ആഴ്ചനുള്ളിൽ പറയണം, 2 ആഴ്ചയെങ്കിലും വേണം. അപ്പോഴേ കമ്മിറ്റി സ്വീകരിച്ച് കത്ത് കൊടുക്കുള്ളൂ. ഇത് 3-ാം ദിവസം 4-ാം ദിവസം പുതിയാപ്പിളക്ക് ഇവരും ഈ പെണ്ണുമായി ഒരു രാത്രി ഒരു പകലോ കിടന്നുറങ്ങിയിട്ട് സന്തോഷമായി ഭാര്യയാക്കി അവർ തമ്മിലൊന്ന് കൂടിയിട്ട് 3-ാം ദിവസം ഗൾഫ് പോകണം. എന്തൊക്കെയാണ് അതിൻ്റെ പേരിൽ നടന്ന കഷ്ടപ്പാട് എന്നതിന് കണക്കില്ല. ഒരു വേള ഞാൻ അറിയുന്നൊരു സംഭവമാണ്. ഞാൻ പറയേണ്ടി വന്നു ആ കുടുംബത്തോട്, നിങ്ങൾ പറഞ്ഞിട്ട് അവർ ശരിയാവുന്നില്ലെങ്കിൽ ഞാൻ വരാട്ടോ, ഞാൻ വന്ന് പറയാം. ഞാൻ വലിയ ആളായിട്ടല്ല. എന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ കാക്കേൻ്റെ കാൽമ കുടമണി കെട്ടിയ മതി, നാട്ടുകാർ അറിയാലോ എന്നുള്ള പേടിച്ചിട്ടെങ്കിലും ചിലപ്പോൾ സമ്മതിച്ചാലോ. പോണ്ടി വന്നില്ല, അവരവസാനം സമ്മതിച്ചു. ഞാൻ ആ മൈലിനെ കുറ്റം പറയുന്നില്ല. അതേ സമയത്ത് നിങ്ങളെ തറവാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളിൽ പെണ്ണുങ്ങളെ കൈകൊട്ടിക്കളി, ചന്തി കുലുക്കി കളി എത്ര ഉണ്ട്?
പോകട്ടെ, ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് എന്താ ഇപ്പൊ മലബാറിൽ നടന്നത്? പെണ്ണുങ്ങളെ മാപ്പിളച്ചി പെണ്ണുങ്ങള് പർദ്ദയിട്ടിട്ട് ചന്തി കുലുക്കി കളി, റോഡിൽ പച്ചപ്പകലിൽ. നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുലുക്കി കളികൾ ഒരു ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരും. ആലിമീങ്ങൾക്കും പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ആലിമീങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ പോയി. പറയാൻ തൊള്ളോണ്ട് എന്തും പറയാലോ, ജനം സ്വീകരിക്കണ്ടേ? 25,000 പെണ്ണുങ്ങളെ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പകൽ ഉച്ചയ്ക്ക് ശേഷം മുഴുവനും ചുറ്റിച്ചു. ആലിമീങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ആലിമീ സംഘടനകൾ ഉണ്ടായിരുന്നു, ഒരു വാക്ക് മിണ്ടിയില്ല. നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ട് എമ്പാടും ഇത് കാര്യങ്ങൾ എല്ലാം നടന്നു. എന്നാൽ അവർ പുറകോട്ട് പോയില്ല. ആ പുറകോട്ട് പോകാത്തവരുമായി ഇനി സഹകരിക്കൂല എന്ന് പറയാൻ പണ്ഡിത സമൂഹത്തിന് കഴിഞ്ഞില്ല. ആരെ പേരിൽ? ഒരു പലസ്തീൻ അതുകൊണ്ടല്ല കാര്യമുണ്ട്. കാര്യം ഇവിടുത്തെ രാഷ്ട്രീയത്തിനാണ്. പലസ്തീന വിവരം അറിയണ്ടല്ലേ? പലസ്തീനിൽ അങ്ങനത്തെ ഒരു ചന്തി കുലുക്കി സമ്മേളനം നടന്നിട്ടില്ല. നമ്മുടെ പലസ്തീൻ ഒന്നും കിട്ടിയില്ലെങ്കിലും പലസ്തീൻ കിട്ടലല്ലേ നമ്മൾ ലക്ഷ്യം, നമ്മ കിട്ടലാണ്. ഒരു മുസ്ലിം രാജ്യത്തും നടന്നിട്ടില്ല. പലസ്തീനെ തൊട്ടടുത്ത നാട് ഈ സൗദി അറേബ്യ, UAE നടന്നിട്ടില്ല. അവിടെ ഒന്നും നടന്നിട്ടില്ല. ഇത്തരം ഇന്ന് ഇപ്പോൾ ഇവർ ഈ പെണ്ണും ആണു എന്താണ് ഈ 2 ദിവസങ്ങളിലൊക്കെ നടന്നത്? എന്തുകൊണ്ട്? നേതാക്കന്മാര് വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ ഇതാണ് കളി. ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത്? എന്ത് പറയും? ഇത് ഏതെങ്കിലും ഒരു കുടുംബത്തിന് മാത്രം ബാധകമല്ല, എല്ലാ കുടുംബങ്ങളും സംഭവിച്ചു. പ്രത്യേകിച്ച് മലബാർ കഴിഞ്ഞ 2, 3, 4 പതിറ്റാണ്ട് കാലം മലബാറിലെ കല്യാണത്തിന് മാനദണ്ഡം ആകെ കോണിക്ക് വോട്ട് ചെയ്യോ അരിവാളാണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. കോണിക്ക് വോട്ട് ചെയ്യുന്ന ഞാൻ എതിരല്ല, ഞാൻ കോണിക്ക് വോട്ട് ചെയ്തതിൻ്റെ അടയാളത്. പക്ഷെ കല്യാണത്തിൻ്റെ മാനദണ്ഡം കോണിക്ക് വോട്ട് ചെയ്യലല്ല. നമ്മൾക്ക് പയച്ചു, നമ്മളിൽ ഇങ്ങനത്തെ രീതികൾ അധികരിച്ചു. എന്തേ കാരണം? നമ്മളിൽ നമുക്ക് സുന്നത്യമായിട്ടൊരു വിഷയമായില്ല. സുന്നത്യമായിട്ട് എന്നത് നമുക്ക് നിലനിൽക്കാനുള്ള ഒരു ഏർപ്പാടായി മാത്രം മാറും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങൻ്റെ ചാട്ടം ചാടാം. ഒരുത്തനെ രാഷ്ട്രീയം ഒന്നിങ്ങനെ തള്ളുമ്പോഴത്തിന് സുന്നിൻ്റെ മരത്തുമ്പോ കൂടെ അങ്ങോട്ട് കയറും. കയറിക്കഴിഞ്ഞാൽ പിന്നെയും രാഷ്ട്രീയം മോനെ സ്വീകരിക്കേണ്ടി വരും. തള്ളുമ്പോഴത്തിന് നേരം കിട്ടിയോളൂ. ഈ കുരങ്ങിൻ്റെ 5-ന് ശേഷം 985-86 ശേഷം നമ്മളുടെ അവസ്ഥ ഈ 10-40 കൊല്ലം നമ്മൾ കേവലം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം നമ്മുടെ വിവാഹങ്ങളും ബന്ധങ്ങളും നടത്തി എന്നതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം. അത് തെറ്റാണ്. നമ്മൾ സുന്നികളാണ്. നമുക്ക് എന്തിനേക്കാളും വലുത് സുന്നിയാണ്. അത് നമ്മളെ ദീനാണ്. അത് നമ്മൾ മുത്തുനബിൻ്റെ ദീനാണ്. ഇതൊന്നും നമ്മുടെ രാഷ്ട്രീയം. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിളിക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ലീഗുകാരനാണ്, കോണിക്ക് വോട്ട് ചെയ്താണ്. ഇത് കോണിക്ക് വോട്ട് അടയാളാണിത്. വല്ലാഹിൽ അലീം റബ്ബാണ്. ഞാൻ കോണിക്ക് വോട്ട് ചെയ്ത അടയാളമാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ കൂടുതലാണ്. പിന്നെ വിമർശിക്കണം. എന്തുകൊണ്ടാണ് വിമർശിക്കും? അത് സ്വദേശപരമായ വിമർശനമാണ്. ഇത് തകരാൻ വേണ്ടിയല്ല. തകരാനുള്ള വിമർശനം ഇങ്ങനെയല്ല. തകരാനുള്ള വിമർശനം വേറെയാണ്. ഞാനിത് വിമർശിക്കുന്നത് എന്താണ്? എനിക്ക് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്തകളെ മേത്തുള്ളമേ എൻ്റെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് എനിക്ക് മരിക്കണം. ഞാനിവിടെ എന്നുണ്ടാവില്ലോ. ഇവിടെ ഉലമാക്കളല്ലേ സംഘടന, അത് നന്നായി പോകണം. സയ്യിദന്മാർ നന്നായി പോകണം. അപ്പം എൻ്റെ കുട്ടികളെ അവരെ ഏൽപ്പിക്കാം. എൻ്റെ വാപ്പ അങ്ങനെ എന്നെ പഠിപ്പിച്ചു. വാപ്പാക്ക് സന്തോഷമായി മരിച്ചു. ഓൻ ഏതായാലും ഞാൻ പേക്കൂല എന്ന് സന്തോഷിച്ച് മരിച്ചതാണ്. എന്തുകൊണ്ട് റൂട്ട് ക്ലിയറാക്കി? എൻ്റെ കുട്ടികൾ അങ്ങനെ ആയിട്ടില്ല, ഒക്കെ ചെറിയ മക്കളാണ്. അപ്പം ഞാൻ എന്നല്ലെങ്കിൽ നാളെ മരിച്ചാൽ ഇവിടെ സമസ്ത അതിനെ സംരക്ഷിക്കണം. അതിന് സമസ്തയാകണം, നിലനിൽക്കണം. നമ്മളെ സാദാത്തുക്കൾ അത് ഏത് കബീലയാണെങ്കിലും, അത് ഷിഹാബി കബീലയായാലും ജിഫിരി കബീലയായാലും ഇനി ബുഖാരി കബീലയായാലും സുഹ്റവർദി കബീലയായാലും ആലവി കബീലയാണെങ്കിൽ ഇതൊക്കെ
ഒക്കെ നമ്മളെ മഹാന്മാരായ നേതാക്കളാണ്. ഇതൊക്കെ ചെയ്താലും അവരെ ബഹുമാനിക്കണം എന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇന്ന് ഈ വിശദീകരണം ചെയ്യേണ്ടി വന്നത്. തങ്ങന്മാരെ കുറ്റം പറഞ്ഞു നമ്മൾ ചില ആളുകൾ ചാടുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വന്ന ചില മെസ്സേജുകൾ, അതുകൊണ്ടാണിത് പറഞ്ഞത്. ഇതൊന്നും പറയാൻ എനിക്ക് ഉദ്ദേശമില്ല. എൻ്റെ അപ്പുറത്തൊക്കെ ഞാൻ പറയൂല. ഞാൻ ഇപ്പോഴും പറഞ്ഞ അവരെ ബഹുമാനിക്കണം. അവർ ഔലാദു ഫാത്തിമ, ഒരു ഫാത്തിമാവിൻ്റെ മക്കളാണ്. ഔലാദു ഹസൻ, ഔലാദു ഹുസൈൻ, ഹസൻ ഹുസൈൻ അവരെ മക്കളാണ്. അവരല്ലാതെ ആരാ നമ്മളെ കുട്ടികളെ നന്നാക്കുക? അവർ നമ്മളൊക്കെ എൻ്റെ ബാപ്പ മരിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മഹാന്മാരായ സാദാത്തുക്കളോട് വലിയ ബന്ധം, വലിയ അലിമ്യങ്ങളോട് ബന്ധം ഉള്ള ഒരു മകനെ ഇവിടെ ഇട്ടേച്ച് പോവുകയാണ്. അപ്പോൾ ആപ്പാക്ക് സന്തോഷം കാണുമ്പോൾ നാശാവില്ല. അതേ സമയത്ത് ഈ നില അധികരിച്ചാൽ നമുക്ക് പിന്നീട് നമ്മളെ കുട്ടികളോട് എന്ത് പറയേണ്ടി വരും? അവരെ കണ്ട് പഠിക്കരുത് കേട്ടോ എന്ന് പറയേണ്ടി വരും. പിന്നെ ആരെ കണ്ട് പഠിക്കാനാ പറയുക? നിങ്ങളൊരു മനുഷ്യൻ്റെ വേദന എന്താ മനസ്സിലാക്കാത്തത്? ഒരു മനുഷ്യനെ നശിപ്പിക്കാനും നാശം ഉണ്ടാക്കാനുള്ള വിമർശനം ഇങ്ങനെയാണോ? നിങ്ങൾ ഞങ്ങളെ ഫണ്ടിനെ വിമർശിച്ചില്ലേ? എടോ, ഞാനത് വിമർശിക്കും. എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. തമ്മിൽ ഭിന്നത തുടങ്ങിയാൽ സമ്പത്തിൽ കളിക്കാൻ പാടില്ല. അത് ഭിന്നത വർദ്ധിപ്പിക്കും. അത് റുഷ്ദാണ്. അത് നിങ്ങൾ എഴുതി വെച്ചോളി പറഞ്ഞ കാര്യം. തമ്മിൽ ഉള്ളിൽ ഭിന്നത തുടങ്ങിയാൽ പിന്നെ സമ്പത്തിൽ കളിക്കരുത്. ഒരു കച്ചവടത്തിൻ്റെ പാർട്ട്ണർമാർക്കിടയിൽ അഭിപ്രായക്കേടുണ്ടെങ്കിൽ പിന്നെ കച്ചവടം കൂട്ടാനല്ലോ. കച്ചവടം കൂടുന്നതിനനുസരിച്ച് അവർക്കിടയിലുള്ള ഭിന്നത കൂടും. ഈ ഫണ്ട് കൊണ്ട് നിങ്ങൾ നിന്ന് തല്ലും. എഴുതി വെച്ചോളി, നിങ്ങൾ ഈ ഫണ്ട് കൊണ്ട് നിന്ന് തല്ലും. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയിപ്പിച്ചതാണ്. ഇപ്പോൾ ഓരോരുത്തർ സോഷ്യൽ മീഡിയ എഴുതി വിടുക, നമ്മളെ ഫണ്ടിനെ ഞങ്ങൾ വിമർശിച്ചത്. എടാ, ഇതൊക്കെ നിനക്ക് റുഷ്ദില്ലാത്തത് കൊണ്ടാണ്. റുഷ്ദാണ്. എനിക്കിതിവിടെ നിലനിൽക്കണം. ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ചായ കുടിക്കുന്ന ആളല്ല. ഞാൻ ഇതിൻ്റെയൊക്കെ മാറി നിൽക്കുക. എന്തിന്? പുറത്ത് ഇതിനെ സംരക്ഷിക്കാൻ. ഇത് പിന്നെ പുറത്തുനിന്ന് കണ്ട് ഞാൻ പറയും.